ഹലോ എവ്രി വൺ. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രോഗ്രാമിലെ 1004 കോഴ്സ് കോഡുള്ള അപ്ലൈഡ് കെമിസ്ട്രി കോഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററായ അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്ന പോർഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം അപ്ലൈഡ് കെമിസ്ട്രി സെമസ്റ്റർ 1 3 ക്രെഡിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ 2 സെക്ഷൻസ് ആയിട്ടാണ് പഠിക്കാനുള്ളത്. അറ്റോമിക് സ്ട്രക്ചർ ആദ്യത്തെ പോർഷനും കെമിക്കൽ ബോണ്ടിങ് സെക്കൻഡ് പോർഷനായിട്ടാണ് വരുന്നത്. അറ്റോമിക് സ്ട്രക്ചർ എന്ന സെക്ഷനിലെ ഫസ്റ്റ് പോർഷനായിട്ട് വരുന്നതാണ് ബോർ ആറ്റം മോഡൽ. നമുക്കറിയാം ഒരാറ്റത്തിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺസ് എന്നിവയുണ്ടെന്നും അവയെ പല തരത്തിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്, പല മോഡൽസ് ഓഫ് ആറ്റംസ് ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഓഫ് ആറ്റമാണ് ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ബോറിൻ്റെ തൊട്ട് മുന്നേ കൊണ്ടുവന്ന റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ബോർ ആറ്റം മോഡൽ നിലവിൽ വരുന്നത്. അതിന് മെയിനായിട്ടുള്ള കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് പഠിക്കാനുണ്ട്. ദ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ ആർ: ദ ആറ്റം കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻട്രൽ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഈ പോയിൻ്റ് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയുന്നതാവും. ഒരാറ്റത്തിൻ്റെ ഏറ്റവും സെൻട്രലാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ അടങ്ങിയിരിക്കുന്നത്. ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ചെറിയൊരു പോസിറ്റീവ് ചാർജ് അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിളാണ്. കാരണം ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളത് പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോൺസിന് ന്യൂട്രൽ സീറോ ചാർജാണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ആസ് എ ഹോൾ പോസിറ്റീവ് ചാർജാണ്. ആൻഡ് ദ റിമൈനിങ് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ സർക്കുലർ പാർട്സ് ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഓർബിറ്റ്സ്. ഇലക്ട്രോൺസ് വെറുതെ മൂവ് ചെയ്യില്ല, പകരം അവരൊരു സർക്കുലർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ആ സർക്കുലർ പാത്തിനെ ഓർബിറ്റ്സ് എന്ന പേരിലും വിളിച്ചു. ഈ ഓർബിറ്റ്സിനെ ന്യൂക്ലിയസിന് തൊട്ടടുത്ത ഓർബിറ്റിന് 1 എന്നും അതിനുശേഷമുള്ളതിന് 2 എന്നും അതിനുശേഷം 3 എന്നിങ്ങനെ നമ്പർ ചെയ്യുകയും അവയ്ക്ക് KLM എന്ന നെയിമും ചെയ്യുകയുണ്ടായി. അപ്പോൾ ആറ്റത്തിൻ്റെ തൊട്ട് നടുക്ക് ന്യൂക്ലിയസ് ഉണ്ടെന്നും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട് പുറത്തുനിന്നും, ആ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ആ പാത്തിനെ നമ്മൾ ഓർബിറ്റ്സ് എന്ന് വിളിച്ചു. അത് KLMN, അതായത് ന്യൂക്ലിയസിന് തൊട്ടടുത്ത ഓർബിറ്റിന് K, അതിന് ശേഷമുള്ളതിന് L, അതിന് ശേഷമുള്ളതിന് M, അതിൻ്റെ പുറത്തുള്ളതിന് N എന്നും വിളിച്ചു. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്ലേറ്റ്സ് ആണ്: ആസ് ലോങ് ആസ് എൻ ഇലക്ട്രോൺ റിമെയിൻ ഇൻ എ പർട്ടിക്കുലർ ഷെൽ ഇറ്റ് നൈദർ അബ്സോർബ്സ് ഓർ എമിറ്റ് എനർജി. നമ്മൾ പറഞ്ഞു ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് കാണപ്പെടുക എന്നും ഒരു ഇലക്ട്രോണിന് അതിൻ്റെ സ്വന്തം ഓർബിറ്റ് വിട്ട് വേറൊരു ഓർബിറ്റിലേക്ക് പോകണം എന്നാണെങ്കിൽ അതിന് ഒരു എനർജി ഒന്നെങ്കിൽ ഐദർ അബ്സോർബ്സ് നോർ എമിറ്റ് എന്നാണ് പറയുക. ഒന്നെങ്കിൽ സ്വന്തമായിട്ടുള്ള എനർജി ഉണ്ടാവണം, അതുകൊണ്ട് മേലേക്കോ താഴേക്കോ പോകാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ എനർജി ആരുടെ നിന്നെങ്കിൽ കടം വാങ്ങണം, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായി കയ്യിലുണ്ടായിരിക്കുന്ന എനർജീനെ എമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിട്ട് കളയണം. റിലീസ് ചെയ്യണം എന്നുള്ള മീനിങ് ആണ് എമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഇലക്ട്രോൺ സ്വന്തം ഓർബിറ്റിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എനർജിയിൽ ഒരു മാറ്റവും വരില്ല. എന്താണ്? ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ ഒന്നെങ്കിൽ വേറൊരു ഓർബിറ്റിലേക്ക് പോകുന്ന സമയത്ത് ഐദർ എനർജി അബ്സോർബ് ചെയ്യുകയും വേണം, അല്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്യുകയും വേണം. മാത്രമല്ല ഓരോ ഓർബിറ്റിൻ്റെയും എനർജി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്ന് കൂടി ബോർ പേര് നൽകിയിട്ടുണ്ട്. ആസ് ലോങ് ആസ് എൻ ഇലക്ട്രോൺ റിമെയിൻസ് ഇൻ ആൻ ഓർബിറ്റ് ഇറ്റ് നൈദർ അബ്സോർബ് ഓർ എമിറ്റ് എനർജി. ഒരു ഓർബിറ്റിൽ തന്നെ കിടക്കുന്ന സമയത്ത് എന്താണ്? എനർജിയിൽ ഒരു അബ്സോർപ്ഷനോ അല്ലെങ്കിൽ എമിഷനോ സംഭവിക്കുന്നില്ല. സംഭവിക്കും എപ്പോൾ? ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്താണ് എനർജിയിൽ മാറ്റം വരിക. ഇങ്ങനെ എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെ ഫ്രീക്വൻസി വ്യത്യാസം വരും. ആ ഫ്രീക്വൻസി കാണാനുള്ള ഒരു ഇക്വേഷൻ
ന്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് എന്നുള്ളൊരു ഇക്വേഷനും കൂടി ബോർ തരികയുണ്ടായി. ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റ് വെൻ ഇലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം വൺ ഓർബിറ്റൽ ടു എൻത്ത്. ഒരു ഓർബിറ്റിൽ നിന്നും വേറൊരു ഓർബിറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ എനർജി അബ്സോർബോ ചെയ്യാം അല്ലെങ്കിൽ എമിറ്റോ ചെയ്യാം നമ്മൾ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസിയിൽ മാറ്റം വരികയും അതിനൊരു ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. ഇനി ഇതുകൂടാതെ ആംഗുലാർ മൊമെൻറ്റം ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്. ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിനുള്ളൊരു ഇക്വേഷനും കൂടി ബോർ പ്രൊപ്പോസ് ചെയ്തു. mvr=nh/2π. സോ ബോർ ആറ്റം മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആറ്റം മോഡലാണ്. ഇതിൻ്റെ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. ആസ് യൂഷ്വൽ നമ്മൾ അറിയാവുന്ന പോയിൻറ്റ്സ് വെച്ച് തന്നെ തുടങ്ങുകയാണ്. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഒരു പോസിറ്റീവ് ചാർജായ ന്യൂക്ലിയസ് ഉണ്ടെന്നും ഇതിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്തിനെ ഓർബിറ്റ് എന്ന് വിളിക്കുകയും അവയ്ക്ക് KLMN എന്ന് വിളിക്കുകയും ചെയ്തു, പേരിടുകയും ചെയ്യുണ്ടായി. ഒരു ഓർബിറ്റിൽ തന്നെ ആ ഇലക്ട്രോൺസ് എത്ര നേരം വേണമെങ്കിലും ഇരുന്നാൽ അതിൽ എനർജി അബ്സോർവ് ചെയ്യുകയോ എനർജി എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. എനർജിയിൽ ഒരു മാറ്റവും വരുന്നില്ല. പക്ഷേ എനർജിയിൽ നമുക്ക് മാറ്റം കാണാൻ പറ്റും. എപ്പോൾ അവിടുന്ന് ഒരു ഓർബിറ്റ് സ്വന്തം ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജിയിൽ മാറ്റം വരാൻ പറ്റും. ഇങ്ങനെ എനർജിയിൽ മാറ്റം വരുന്ന സമയത്ത് അവിടെ ഫ്രീക്വൻസി ഉണ്ടാവുകയും ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ തരികയും ചെയ്തു. അതേപോലെ തന്നെ ഒരു ഇലക്ട്രോണിൻ്റെ ഒരു ഓർബിറ്റിലിരിക്കുമ്പോഴുള്ള ആംഗുലാർ മൊമെൻറ്റം mvr=nh/2π എന്നൊരു ഇക്വേഷൻ കൂടി ബോർ പ്രപ്പോസ് ചെയ്തു. അഡ്വാൻറ്റേജസ് ഓഫ് ബോർ ആറ്റം മോഡൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ബോറിൻ്റെ തൊട്ട് മുന്നേയുള്ള റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ പല പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് ബോർ ആറ്റം മോഡൽ നിലവിൽ വന്നത്. അപ്പോൾ അതൊരു പോയിൻ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. റുദർഫോർഡിൻ്റെ പല ഡിഫക്ട്സും ഓവർകം ചെയ്തിട്ടുണ്ട് ബോർ ആറ്റം മോഡൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റേബിലിറ്റി ഓഫ് ആറ്റം. ബോർ ആറ്റം മോഡലിന് ആറ്റത്തിൻ്റെ സ്റ്റേബിലിറ്റീനെ പറ്റി സംസാരിക്കാൻ പറ്റുന്നുണ്ടായി. റുദർഫോർഡ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഓർബിറ്റൽസിലൂടെ ഇലക്ട്രോൺസ് കറങ്ങുന്ന സമയത്ത് അവസാനം അവരവരുടെ എനർജി നഷ്ടപ്പെട്ട് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് പതിക്കും എന്നാണ് റുദർഫോർഡ് പറഞ്ഞത്. അതായത് ആറ്റത്തിന് സ്റ്റെബിലിറ്റി ഇല്ല എന്നാണ് റുദർഫോർഡ് മെൻഷൻ ചെയ്തത്. പക്ഷേ ആറ്റം അങ്ങനെയല്ല, ആറ്റം സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളാണ് ബോർ. അപ്പോൾ ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് എൻ ആറ്റം. ബോറിൻ്റെ പഠനം കംപ്ലീറ്റ് നടത്തിയത് ഹൈഡ്രജൻ ആറ്റത്തിലാണ്. സോ ബോർ കുഡ് എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രത്തിനെ പറ്റി സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മെറിറ്റായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ബോർ എനർജിക്കും റേഡിയസിനും ഇക്വേഷൻസ് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ബോർ കുഡ് പ്രൊവൈഡ് ഇക്വേഷൻസ് ഫോർ എനർജി ആൻഡ് റേഡിയസ് ഓഫ് ഓർബിറ്റ്സ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റി, ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ പറ്റി സംസാരിക്കാൻ പറ്റി, എനർജിക്കും റേഡിയസിനും വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസും പ്രൊവൈഡ് ചെയ്ത് തന്നത് ബോറാണ്. എല്ലാ കാര്യത്തിനും അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ബോർ ആറ്റം മോഡലുണ്ട്. അപ്പോൾ നമ്മൾ ബോറിൻ്റെ മെറിറ്റായി പറഞ്ഞ ഒരു കാര്യം തന്നെ, ബോർ പഠനം നടത്തിയത് കംപ്ലീറ്റ് ഹൈഡ്രജൻ ആറ്റത്തിലാണ്. പക്ഷേ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണുള്ള ആറ്റമാണ്. ഹൈഡ്രജൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെ മൾട്ടി ഇലക്ട്രോണുള്ള ആറ്റം കാണിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ബോർ മോഡൽ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ സ്പെക്ട്ര ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റം. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുള്ള ആറ്റത്തിൻ്റെ കേസിൽ നമുക്ക് ബോർ പറഞ്ഞ കേസസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. രണ്ടാമത്തൊരു ഡീമെറിറ്റായിട്ട് അല്ലെങ്കിൽ ലിമിറ്റേഷനായിട്ട് പറയുന്ന കാര്യം കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ ആൻഡ് ഷേപ്സ് ഓഫ് മോളിക്യൂൾ. നമുക്കറിയാം രണ്ട് ആറ്റങ്ങൾ ചേർന്നിട്ടൊരു മോളിക്യൂൾ തന്മാത്രം ഉണ്ടാകുന്നു. പക്ഷേ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നതെന്നും പല മോളിക്യൂൾസ് എന്തുകൊണ്ട് പല ഡിഫറെൻറ്റ് ഷേപ്സിൽ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡൽ സാധിച്ചിട്ടില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്
ബോർ തിയറി ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് കംപ്ലീറ്റായിട്ട് എതിരായിരുന്നു. ബോർ തിയറി ഇസ് എഗെയിൻസ്റ്റ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇനി എന്താണ് ഈ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ളത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. സോ ഈ പോയിൻ്റ് കൂടെ ഓർത്ത് വെച്ചാൽ മതി. ലിമിറ്റേഷനായിട്ട് പറയുന്നത് മൾട്ടി ഇലക്ട്രോൺ, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള ആറ്റത്തിൻ്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ, മോളിക്യൂൾസ് എങ്ങനെ ഉണ്ടാകുന്നു ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് എന്നുള്ളതിനെ പറ്റി പറയാൻ സാധിച്ചിട്ടില്ല. ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്ന കാര്യം ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ആണ്. പൊതുവേ 5 മാർക്കിനൊക്കെയാണ് പോസ്റ്റ്ലേറ്റ്സ് ചോദിക്കാറ്. ഒരു 5 പോസ്റ്റ്ലേറ്റ്സും പിന്നെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും ഒക്കെ ചോദിക്കാറുണ്ട്. ഒരു 1-2 ലിമിറ്റേഷൻസും രണ്ടെണ്ണം മാക്സിമം അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം വിത്ത് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കാണാം. താങ്ക് യു.